ഒരിക്കൽ കൂടി അമേരിക്കൻ തെരുവുകളെ ആളിക്കത്തിച്ച് ഇസ്രായേലിനെതിരായ പ്രതിഷേധ ജ്വാല. ഫലസ്തീൻ ജനതയെ കൊന്നൊടുക്കിയ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യണമെന്ന് അമേരിക്കൻ തെരുവുകൾ ആർത്തുവിളിച്ചു. ഫലസ്തീനിൽ കൂട്ടക്കൊല തുടരുന്നതിനിടെ US സന്ദർശനത്തിനെത്തിയപ്പോഴാണ് നെതന്യാഹു കനത്ത പ്രതിഷേധവും രോഷവും നേരിട്ടത്. US പാർലമെന്റായ കോൺഗ്രസിൽ നെതന്യാഹു പ്രസംഗിക്കുമ്പോൾ പുറത്ത് ആയിരങ്ങൾ തടിച്ചുകൂടുകയും ജോ ബൈഡൻ ഭരണകൂടത്തിനും ഇസ്രായേലിനുമെതിരെ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും ചെയ്തു. ഫലസ്തീനികൾ ധരിക്കാറുള്ള പരമ്പരാഗത കഫിയ ഉൾപ്പെടെ ധരിച്ചും വംശഹത്യാ വിരുദ്ധ പ്ലക്കാർഡുകൾ കയ്യിലേന്തിയുമാണ് പ്രക്ഷോഭകർ ഒത്തുകൂടിയത്. ഫലസ്തീൻ പതാകയും പ്രക്ഷോഭകരിൽ കാണാമായിരുന്നു. മറ്റ് US നഗരങ്ങളിലും നെതന്യാഹുവിനെതിരെ പ്രക്ഷോഭമുണ്ടായി. ചിലയിടങ്ങളിൽ പ്രക്ഷോഭകാരികളും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി. പ്രതിഷേധക്കാർ നെതന്യാഹുവിന്റെ കോലം കത്തിച്ചു. ഫലസ്തീൻ പതാകയ്ക്കൊപ്പം കൂറ്റൻ US പതാകയുമായി എത്തിയ ചില പ്രക്ഷോഭകർ US കോൺഗ്രസിന് മുന്നിൽ വെച്ച് US പതാക കത്തിച്ചു. വാഷിംഗ്ടണിൽ നെതന്യാഹു തങ്ങിയ ഹോട്ടലിന് മുന്നിലും പ്രക്ഷോഭകർ അദ്ദേഹത്തിനെതിരെ മുദ്രാവാക്യം വിളിച്ചു. പ്രക്ഷോഭം മുന്നിൽ കണ്ട് വൈറ്റ് ഹൗസും US കോൺഗ്രസും ഉൾപ്പെടെ നഗരത്തിലെ പ്രധാനപ്പെട്ട സർക്കാർ കെട്ടിടങ്ങൾക്കും ഓഫീസുകൾക്കും ചുറ്റും പോലീസ് ബാരിക്കേഡുകൾ സ്ഥാപിച്ചിരുന്നു. ക്യാപിറ്റോളിൽ അക്രമാസക്തരായ പ്രക്ഷോഭകരെ കുരുമുളക് സ്പ്രേ ഉപയോഗിച്ചാണ് തുരത്തിയത്. 23 പേരെ അറസ്റ്റ് ചെയ്തു. US കോൺഗ്രസിനെ അഭിസംബോധന ചെയ്യവേ വെടിനിർത്തലിനെ കുറിച്ച് മൗനം പാലിച്ചും ഫലസ്തീൻ അനുകൂല പ്രക്ഷോഭകാരികളെ പരിഹസിച്ചുമാണ് നെതന്യാഹു സംസാരിച്ചത്. ഹമാസിനുമേൽ സമ്പൂർണ്ണ വിജയം നേടും വരെ യുദ്ധം തുടരുമെന്ന് പറഞ്ഞ നെതന്യാഹു ഇറാൻ ഉപയോഗിക്കുന്ന വിഡ്ഢികളാണ് പ്രക്ഷോഭ രംഗത്തുള്ളതെന്നും സ്വവർഗാനുരാഗികളെ ക്രെയിനിൽ തൂക്കിയിടുകയും തല മറക്കാത്തതിന്റെ പേരിൽ സ്ത്രീകളെ കൊല്ലുകയും ചെയ്യുന്ന ഇറാനിലെ സ്വേച്ഛാധിപതികൾ അവരെ പ്രശംസിക്കുന്നുണ്ടെന്നും ആക്ഷേപിച്ചു. വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് ഉൾപ്പെടെ 50ഓളം ഡെമോക്രാറ്റ് അംഗങ്ങൾ നെതന്യാഹുവിന്റെ പ്രസംഗം ബഹിഷ്കരിച്ചു. യുദ്ധകുറ്റവാളിയെ ആദരിച്ച നടപടി ലജ്ജാകരമാണെന്ന് ഡെമോക്രാറ്റ് അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. വാഷിംഗ്ടൺ DC-യിൽ നെതന്യാഹു താമസിക്കേണ്ടിയിരുന്ന പ്രശസ്തമായ വാട്ടർഗേറ്റ് ഹോട്ടലിൽ ഫലസ്തീൻ അനുകൂലികൾ പുഴുക്കളും പ്രാണികളും ചീവീടുകളും നിക്ഷേപിച്ചു. US ആസ്ഥാനമായ ഫലസ്തീൻ യൂത്ത് മൂവ്മെന്റ് ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടു. ഹോട്ടലിലെ ഭക്ഷണ ടേബിളിൽ 100 കണക്കിന് പുഴുക്കൾ ഇഴയുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. നെതന്യാഹുവിനും ഒപ്പമെത്തിയ നയതന്ത്രജ്ഞർക്കും ചാരസംഘടന മൊസാദ് അംഗങ്ങൾക്കും ഇവിടെയായിരുന്നു താമസം നിശ്ചയിച്ചിരുന്നത്. Waytonikah.com, the exclusive Muslim matrimonial site.